ഞങ്ങളുടെ വീട്ടിലൊരു ചിക്കൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആൻഡ് അവൻ്റെ വകയാണ് ഇന്ന് രാത്രിയത്തെ ചിക്കൻ കറി. ആൻഡ് ബൈ ദ വേ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന എല്ലാ ബേക്കറിയും കുത്തിയിരുന്ന് കഴിച്ചു കിട്ടും. ബൈ ദ വേ ഇതാണ് ലെവൻ. അവനാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. സഹായിക്കുന്നു എന്നുള്ള പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്നാൽ മതി, കട്ട് തിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു. അതിൻ്റെ കണ്ണീരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവൻ്റെ ചിക്കൻ കറി ഇത്ര ഹിറ്റ് ആവാനുള്ള റീസൺ ഈ ഒരു മസാലയാണ് കേട്ടോ. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിലു ഒന്ന് അടുക്കളയിൽ വന്നിട്ടുണ്ടായി. ബൈ ദ വേ ഈ ഒരു എണ്ണക്കുപ്പി ഉണ്ടല്ലോ, ഓൾറെഡി ഒരുപാട് നാളായി ഞങ്ങളുടെ കയ്യിൽ. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഇത്. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചപ്പോഴേ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാ. ഞാൻ ലിങ്ക് എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. ഈ ഒരൊറ്റ സാധനം കൊണ്ട് രണ്ടാണ് പേർപ്പസ്. ഒരുപാട് എണ്ണ ഇതേപോലെ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും, ഇതേപോലെ ലൈറ്റായിട്ട് മൈൽഡായിട്ട് എണ്ണ സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയും നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബൈ ദ വേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, എന്നാലും ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായി. എന്തായാലും ഈ ഒരു മാക്സിയുടെയും ആ ഒരു നമ്മളുടെ എണ്ണക്കുപ്പിയുടെ ഒക്കെ ലിങ്ക് ഞാൻ മേലെ ടാഗ് ചെയ്തേക്കാം. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ബൈ.